ഹേ ഗൈസ്, വെൽക്കം ബാക്ക് സെക്രിമറ്റാസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് OnePlus 15R ഇന്ത്യയിലേക്ക് ഉടൻ ലോഞ്ചിനെത്തുന്ന ഒരു മൊബൈലാണ്. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിലുണ്ടാകും. ഇത് ഇന്ത്യയിലേക്ക് എപ്പോഴാണ് എത്തുക എന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്താണ്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏതാണ്, എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അതിൽ തന്നെ ലോഞ്ചിങ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ചൈനയിൽ ഒഫീഷ്യലായി ലോഞ്ചിട്ട് കഴിഞ്ഞ ഫോണാണ്. അവിടെ ഈ ഫോണിൻ്റെ പേര് മറ്റൊന്നാണ്. OnePlus X60 എന്ന ഒരു ഫോണിൻ്റെ നെയിമിലാണ് ഈ ഫോൺ വരുന്നത്. അതേ സ്ഥാനത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡിസംബർ 17 OnePlus 15R എന്ന പേരിൽ ലോഞ്ചഡ് ആവുകയാണ്. മെയിൻ ഹൈലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ 8000 mAh ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് OnePlusൻ്റെ ഏറ്റവും വലിയൊരു ബാറ്ററി കൂടിയാണ്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററിയാണ്. പ്രൊസസ്സറിലേക്ക് പോവുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രൊസസ്സറാണ് വരുന്നത്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നൽകുന്ന ഒരു ചിപ്സെറ്റാണ്. OnePlus 16R മെച്ചപ്പെട്ട ഇൻഫിനിറ്റിക് പവർ നൽകുന്ന ഒരു ഫോൺ കൂടിയാണ്. ഇതിന് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലേസിലർ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഏറ്റവും വലിയ കൂളിംഗ് ചാമ്പറാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. ഗെയിമിങ്ങിനും ഹെവി യൂസേജിനും പറ്റുന്ന നല്ലൊരു കൂളിംഗ് സിസ്റ്റമാണ്. അതായത് ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി സ്പെഷ്യലായി ഒപ്റ്റിമൈസ് ചെയ്തൊരു കൂളിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ റാം വേരിയൻ്റ് ആൻഡ് സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ 12 GB റാം പ്ലസ് 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. 33,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. 16 GB പ്ലസ് 552 GB സ്റ്റോറേജ് വരുന്നത് 42,000 പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് 16 ടോപ്പ് വേരിയൻ്റ്, അതായത് 16 GB റാം പ്ലസ് 1 TB സ്റ്റോറേജ് വരുന്നത് 47,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ലൊരു മൊബൈൽ തന്നെയാണ്. ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ 6.63 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ നൽകുന്ന ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റിന് മുകളിലേക്കാണ് വരുന്നത്. 3000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്നതാണ് ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. 16 MB സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഡെയിലി യൂസേജിനും പോർട്രേറ്റ് സെൽഫീസിനും പോർട്രേറ്റ് ഫോട്ടോസിനും ഈ ഒരു ക്യാമറ ഡീസൻറ്റ് തന്നെയാണ്. ഇനി ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ IP65 ആൻഡ് IP68 ആൻഡ് 69K റെസിസ്റ്റൻ്റ് ആണ് വരുന്നത്. അതായത് ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്ലസ് ഹൈ പ്രഷർ വാട്ടർ ജസിസ് പ്രൊട്ടക്ടറാണ് ഈ ഫോൺ വരുന്നത്. ഇനി പെർഫോമൻസ് ഫോക്കസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ കൂളിംഗ് കോംബോ കാരണം ഗെയിമിംഗ് ഫോക്കസിനാണ് ഈ ഫോൺ വരുന്നത്. ലോങ് ടൈം ഗെയിം കളിക്കുന്നവർക്കായി ഉണ്ടാക്കിയെടുത്തൊരു ഫോണാണ്. അതായത് ഹീറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് കൂളിംഗ് ചെയ്യുന്ന ഒരു ഫോണാണിത്. ഈ കാറ്റഗറിയിലുള്ളവർക്കെല്ലാം ഈ ഫോൺസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതിൽ നേരം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. സെക്രിമറ്റാസ് സൈനിങ് ഓഫ്.